അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ ഇഡി ആസ്ഥാനത്ത് തുടരുകയാണ്. ഡൽഹി മദ്യനയ അഴിമതിയുടെ തലച്ചോർ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം കെജ്രിവാൾ അറസ്റ്റിലായതോടെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതിയ ആൾ എത്തുമോ എന്ന ചർച്ചയും സജീവമാണ്. ബി ബാലഗോപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ബാലു, ഈ ഒരു അറസ്റ്റ് തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു അറസ്റ്റ്, ഈ ഒരു തലച്ചോർ, ഈ അഴിമതിയുടെ പിന്നിലെ തലച്ചോർ കെജ്രിവാൾ ആണെന്ന് തന്നെ ഇഡി പറയുന്നു. അതിനും അപ്പുറം ഈ ഒരു അറസ്റ്റ് ഉണ്ടായതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സന്ധ്യ, ഇന്ന് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം സുപ്രീം കോടതി ഈ കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട, അതായത് അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ആ ഹർജി പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുവാനാണ് ഇപ്പോൾ ഇ ഡി തയ്യാറായിരിക്കുന്നത്. ഇ ഡി സുപ്രീം കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ അഭിഭാഷകരുമായി, അതായത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമായി ഉൾപ്പെടെയുള്ളവരുമായി ഇക്കാര്യം ചർച്ച ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ഇ ഡി വൃത്തങ്ങൾ പറയുന്നത്. ഒന്നാമതായി, ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ തലച്ചോറ് അത് കെജ്രിവാളാണ്. കെജ്രിവാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗൂഢാലോചനകളെ സംബന്ധിച്ചുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. രണ്ടാമതായി പറയുന്നത്, ഈ കെജ്രിവാളിന് 9 തവണ സമൻസ് അയച്ചിരുന്നു. പക്ഷെ ആ സമൻസ് ഒന്നും അദ്ദേഹം കൃത്യമായി ആ സമൻസുകളുടെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. അതും ഒരു അറസ്റ്റിന് കാരണമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ഈ കെജ്രിവാൾ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന ആരോപണമാണ് ഇ ഡി ഉന്നയിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ കെജ്രിവാളിന്റെ ഹർജി തള്ളാനുള്ള, അല്ലെങ്കിൽ അത് തള്ളണമെന്നൊരു ആവശ്യമായിരിക്കും കേന്ദ്ര സർക്കാർ ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇ ഡി ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതിനു പുറമെ ഇതുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിലും ഹാജരാക്കേണ്ടതുണ്ട്. കാരണം ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ 24 മണിക്കൂറിനുള്ളിൽ ഈ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. തുടർന്ന് ഈ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ, അതായത് കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന ഒരു അപേക്ഷയും ഇന്ന് ഇ ഡി കോടതിക്ക്, ഡൽഹി റോസ് അവന്യൂ കോടതിക്ക് കൈമാറുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കോടതികളിൽ അതിനിർണായകമായ ദിവസമാണ് ഇന്നത്തേത്. സന്ധ്യ. ബാലു, കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം പുതിയ മുഖ്യമന്ത്രി എന്ന ചർച്ചകളും സജീവമാകുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സന്ധ്യ, ഇന്നലെ ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഡൽഹി മന്ത്രിയും കെജ്രിവാളിന്റെ വിശ്വസ്തയുമായ അതിഷി മർലേന മാധ്യമങ്ങളോട് പറഞ്ഞത്, കെജ്രിവാൾ ഈ ജയിലിലാണെങ്കിൽ പോലും, ജയിലിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും ഈ ഭരണം നടത്തും. അതുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് അദ്ദേഹം മാറില്ല, അദ്ദേഹം രാജിവെക്കില്ല എന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ ചില ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഭരണഘടനയിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലായാൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് സാധാരണ ഈ മന്ത്രിസഭാ യോഗവും മറ്റും കെജ്രിവാൾ ജയിലിലാണെങ്കിൽ ആ മന്ത്രിസഭാ യോഗം മറ്റും ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അതല്ല എങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റാർക്കെങ്കിലും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ 2-3 പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന്, ഈ ആദിഷി മർലീനയുടെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഡൽഹി മന്ത്രിസഭയിൽ നിലവിൽ ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അതിനു പുറമെ കെജ്രിവാളിന്റെ വിശ്വസ്ത കൂടിയാണ് ഈ അതിഷിക്ക് പുറമെ ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജിന്റെ പേരും ഈ ചർച്ചകളിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കെജ്രിവാളിന്റെ ഭാര്യ സുനിത, അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ആം ആദ്മി പാർട്ടിയുടെ യോഗങ്ങളിലും മറ്റും പങ്കെടുക്കാറുണ്ട്. ഒരു അപ്രതീക്ഷിത കാൻഡിഡേറ്റ് എന്ന നിലയിൽ കെജ്രിവാളിന്റെ ഭാര്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ അതിലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കെജ്രിവാൾ ഈ ജയിലിലിരുന്നു കൊണ്ടാണ് ഭരിക്കാൻ വേണ്ടി തയ്യാറാകുന്നതെങ്കിൽ ഈ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. സന്ധ്യ. ശരി ബാലു, എന്തായാലും രാജ്യം ഞെട്ടിയ ഒരു അറസ്റ്റായിരുന്നു ഇന്നലെ ഉണ്ടായത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യത്തൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്.